അതോ ഗൂഢാലോചന ഇല്ല എന്ന് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷേ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന ഗുണ്ടകളുടെ കൊട്ടേഷന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം ഒരു സ്ത്രീയും കുറേ പേരും ചേർന്ന് ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ, അവർക്കും വേറെ പണിയുള്ളവരാണ്, ഒരു പണിയില്ലാത്തവരല്ല ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തും കോഴിക്കോടും ഇറങ്ങി നിന്ന് സ്ത്രീക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്തത്, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത്, നടനെതിരെ നിലപാടെടുത്തത്. അത് അവരുടെ നിലപാടാണ്. അതൊരു മനുഷ്യത്വത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അവനവൻ്റെ മനസാക്ഷിയോടുള്ള നീതി പുലർത്തലാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടും കൂടെ നിന്നാൽ എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 8 വർഷമായി പ്രതിയായിരുന്ന ഒരാളെ പിന്തുണച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അറിയാം. ഇപ്പോൾ കേസ് തീർന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതും അതുകൊണ്ടാണെന്നറിയാം. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ അതിജീവിതയോടും അവരുടെ കൂടെ നിന്നവരെയും പൊതിഞ്ഞു പിടിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട്. ഈ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മഞ്ജു വാര്യർക്കെതിരെയാണ് ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത്. കാണിച്ചു തരാം എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നോക്കൂ, അപ്പോൾ ഇത്രയും കാലത്തെ യുദ്ധത്തിന് ശേഷം ഒരു കേസ് പകുതി പരാജയപ്പെടുമ്പോൾ അവർക്കെതിരെയുള്ള വലിയ ആക്രമണം വരുന്നുവെന്ന് നമ്മൾ സംശയിക്കുകയാണ്. അപ്പോഴും സമൂഹം ജാഗ്രതയോടെ തന്നെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് കേരളം, എന്ത് നമ്പർ 1, എന്ത് പ്രബുദ്ധ ജനത, എന്ത് വിദ്യാഭ്യാസം നമുക്കുണ്ട്?